സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, പരിശുദ്ധ അമ്മയുടെ നേതൃത്വത്തിൽ നമ്മൾ നടത്തി വന്ന ധ്യാനത്തിന് 3-ാം ദിവസമാണ് ഇന്ന്. പ്രത്യേകമായും വളരെയേറെ കൃപകളും അനുഗ്രഹങ്ങളും ലോകത്തെമ്പാടുമായി വിവിധ രാജ്യങ്ങളിൽ ഇരുന്നുകൊണ്ട് ഈ ധ്യാനത്തിൽ പങ്കെടുക്കുന്നവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് കൂടുതൽ വ്യക്തമായി കൊണ്ടിരിക്കുന്നു. ഇനിയും കൂടുതലായി ഉത്സാഹത്തോടെ, വിശ്വാസത്തോടെ, തീക്ഷ്ണതയോടെ ഈ പരിശുദ്ധ ശുശ്രൂഷ നമുക്ക് സംബന്ധിക്കാൻ പരിശ്രമിക്കാം. ഇന്ന് പ്രത്യേകമായി മാതാവിൻ്റെ വിശിഷ്ടദാനമായ സമാനമായ തിരുവുത്തിരിയമാണ് നമ്മൾ ധ്യാന വിഷയമാക്കുന്നത്. മാതാവ് സർപ്പത്തിൻ്റെ തലയെ തകർക്കുന്നവളാണെന്നൊക്കെ നമ്മൾ ഇന്നലെ കണ്ടു. ആ തിന്മയുടെ ശക്തിക്കെതിരെയുള്ള പോരാട്ടത്തിൽ മാതാവിനോട് സഹകരിക്കുവാൻ അമ്മ നമുക്ക് നൽകിയിരിക്കുന്ന 2 ആയുധങ്ങളാണ് ജപമാലയും ഉത്തിരിയവും. നമുക്കിന്ന് പ്രത്യേകമായി ഉത്തിരിയത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച്, അതിലൂടെ നമുക്ക് മാതാവ് വാഗ്ദാനം ചെയ്യുന്ന നന്മകളെക്കുറിച്ച്, കൃപകളെക്കുറിച്ചൊക്കെ ധ്യാനിച്ചുകൊണ്ട് കൂടുതൽ ഭക്തിയോടെ, കൂടുതൽ ശ്രദ്ധയോടുകൂടെ, കൂടുതൽ താല്പര്യത്തോടുകൂടെ ഈ ഉത്തിരിയം ധരിക്കുവാനുള്ള വരുത്തിനായിട്ട് പ്രത്യേകമായി നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് ഇന്നത്തെ ശുശ്രൂഷകളെല്ലാം സമർപ്പിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ ആഗമനത്തിനായി പ്രാർത്ഥിച്ചുകൊണ്ട് പരിശുദ്ധാത്മ ഗാനം ആലപിക്കാം. വരണമേ ഹൃദയത്തിൽ ദിവ്യദാനങ്ങൾ ചിന്തിയെന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. പരിശുദ്ധാത്മാവേ വരണമേ ഹൃദയത്തിൽ ദിവ്യദാനങ്ങൾ ചിന്തിയെന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. സ്വർഗവാതിൽ തുറന്നു ഭൂമി നിർഗളിക്കും പ്രകാശമേ. സ്വർഗവാതിൽ തുറന്നു ഭൂമി നിർഗളിക്കും പ്രകാശമേ. അന്ധകാരമായിടും ചന്തമേറുന്ന ദീപമേ. ആശ്രയിച്ചുള്ള മോഹനദിവ്യഗാനമേ. പരിശുദ്ധാത്മാവേ വരണമേ ഹൃദയത്തിൽ ദിവ്യദാനങ്ങൾ ചിന്തിയെന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങളെ ഈ ശുശ്രൂഷയിൽ അങ്ങ് നയിച്ചുകൊണ്ടിരിക്കുന്നതിനെ ഓർത്ത് വളരെ പ്രത്യേകമായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഇന്നത്തെ എല്ലാ ശുശ്രൂഷകളെയും അതിൽ സംബന്ധിക്കുന്ന എല്ലാവരെയും അങ്ങ് പ്രത്യേകമായും അനുഗ്രഹിക്കണമേ. ഇന്ന് സന്ദേശം നൽകുന്ന, വചനം പങ്കുവയ്ക്കുന്ന ബഹുമാനപ്പെട്ട ജോസി അച്ഛനങ്ങേക്ക് സമർപ്പിക്കുന്നു. അതുപോലെ തന്നെ ക്യാമറമാനെയും സംഗീത ഗ്രൂപ്പിനെയും എല്ലാവർക്കും ആവശ്യമായ കൃപകളും നന്മകളും നൽകി അങ്ങയുടെ അഭിഷേകത്തെ നിലനിർത്തണമേ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇത് സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും
അങ്ങയുടെ ചൈതന്യത്താൽ നിറയ്ക്കണമേ എന്നും അങ്ങയുടെ അഭിഷേകത്താൽ ശക്തിയും ഊർജ്ജമുള്ളവരായി ശ്രദ്ധയോടും ഭക്തിയോടും കൂടെ ഈ ശുശ്രൂഷയിൽ പങ്കൊള്ളുവാൻ എല്ലാവരെയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ. പരിശുദ്ധ അമ്മേ കർമ്മല മാതാവേ, അങ്ങയുടെ പ്രത്യേകമായ സംരക്ഷണത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു. അങ്ങയുടെ മക്കളായ ഞങ്ങളെ പ്രത്യേകമായും അങ്ങ് സ്വന്തമായി സ്വീകരിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോടുകൂടി ഉണ്ടായിരിക്കുകയും ഈ സംരംഭത്തെ വിജയിപ്പിക്കുകയും ചെയ്യണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴെപ്പോഴും എന്നേക്കും. ആമേൻ. ഇന്ന് നമുക്ക് വചനം പറയാൻ പോകുന്ന ജോസി അച്ഛൻ തിയോളജിയിൽ പ്രത്യേകമായും സഭാപിതാക്കന്മാരുടെ പഠനങ്ങളെ കുറിച്ച് പ്രത്യേകമായ സ്പെഷ്യലൈസേഷൻ ചെയ്തിരിക്കുന്ന പ്രഗത്ഭനായ ഒരു തിയോളജി പ്രൊഫസറാണ്. ഇന്ന് 7 സെമിനാരികളിൽ അദ്ദേഹം ഈ ക്ലാസ് എടുക്കുവാൻ പോകുന്നുണ്ട്. അപ്പം അങ്ങനെ എല്ലായിടത്തും അറിയപ്പെടുന്ന വളരെയേറെ ശുഷ്കാന്തിയോടുകൂടി തീവ്രതയോടുകൂടെ സഭയുടെ ഔദ്യോഗികമായ പഠനങ്ങൾ നിലനിർത്തുവാനായിട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന പ്രഗത്ഭനായ ഒരു വൈദികനെയാണ് ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അദ്ദേഹത്തെ എല്ലാവരുടെയും പേരിൽ സ്വാഗതം ചെയ്യുകയാണ്. നമുക്ക് മാതാവിൻ്റെ ഒരു ഗാനം ആലപിച്ചുകൊണ്ട് ഈ ഇന്നത്തെ ധ്യാന ശുശ്രൂഷ ആരംഭിക്കാം. കർമ്മലനാഥേ നിന്റെ മക്കൾ വരുന്നിത സ്നേഹമോടെ. അമ്മേ കർമ്മലനാഥേ നിന്റെ മക്കൾ വരുന്നിത സ്നേഹമോടെ. ഞങ്ങൾ തൻ ഹൃദയത്തിൻ വീണകളായി പാടട്ടെ മേരിതൻ ഗീതകങ്ങൾ. ഞങ്ങൾ തൻ ഹൃദയത്തിൻ വീണകളായി പാടട്ടെ മേരിതൻ ഗീതകങ്ങൾ. അമ്മേ കർമ്മലനാഥേ നിന്റെ മക്കൾ വരുന്നിത സ്നേഹമോടെ. വചനം മനസ്സിന്റെ ഉള്ളറയിൽ സൂക്ഷിച്ചു ധ്യാനിച്ചു മാംസമാക്കി. വചനം മനസ്സിന്റെ ഉള്ളറയിൽ സൂക്ഷിച്ചു ധ്യാനിച്ചു മാംസമാക്കി. തന്നു നീ ഞങ്ങൾക്കായി രക്ഷകനെ, ജീവന്റെ നാഥനമേശുവിനെ. തന്നു നീ ഞങ്ങൾക്കായി രക്ഷകനെ, ജീവന്റെ നാഥനമേശുവിനെ. അമ്മേ കർമ്മലനാഥേ നിന്റെ മക്കൾ വരുന്നിത സ്നേഹമോടെ. ഞങ്ങൾ തൻ ഹൃദയത്തിൻ വീണകളായി പാടട്ടെ മേരിതൻ ഗീതകങ്ങൾ. അമ്മേ കർമ്മലനാഥേ നിന്റെ മക്കൾ വരുന്നിത സ്നേഹമോടെ. സ്നേഹമുള്ളവരെ, മാതാവിനായി സമർപ്പിക്കപ്പെട്ട ഈ ഒക്ടോബർ മാസത്തിൽ നാം നടത്തുന്ന മാതാവിനോടൊപ്പമുള്ള ഈ പ്രാർത്ഥന ധ്യാനത്തിൻ്റെ 3-ാം ദിവസമായ ഇന്ന് നമ്മുടെ അമ്മയായ പരിശുദ്ധ കർമ്മല മാതാവിനെ കുറിച്ച് ഓർക്കുവാനും അമ്മയുടെ തിരുവുത്തരത്തെക്കുറിച്ച് നമുക്ക് ധ്യാനിക്കുവാനുമായിട്ട് അല്പസമയം ചെലവഴിക്കാം. അമ്മ ഓരോരുത്തരെയും പൂർണ്ണമായിട്ട് മാതാവിൻ്റെ കരങ്ങൾ സമർപ്പിക്കാം. അമ്മയിലൂടെയാണ് യേശുവിലേക്ക് നാം എത്തുന്നത്. ആ അമ്മയാണ് യഥാർത്ഥ വഴി, യേശുവിലേക്കുള്ള വഴി നമ്മളെ കാണിച്ചു തരുന്നത്. അതുകൊണ്ട് ഈ അമ്മയുടെ ആ പരിപാലനയിൽ
സംരക്ഷണത്തിന് നമ്മളെ ഓരോരുത്തരെയും സമർപ്പിക്കാം. കർമ്മലോത്തരീയത്തെക്കുറിച്ച് ധ്യാനിക്കുവാനായിട്ട് എന്നെയും നിങ്ങളെയും പരിശുദ്ധ അമ്മ നയിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ ധ്യാനം ആരംഭിക്കാം. കർമ്മല മാതാവ് എന്ന് പറയുമ്പോൾ അതെപ്പോഴും ഒരു സ്ഥലത്തോട് ബന്ധപ്പെട്ടതാണ്. കാരണം നമ്മൾ പഴയ നിയമത്തിൽ കർമ്മലമല കാണുന്നുണ്ട്. കർമ്മലമലയിൽ ഏലിയ പ്രവാചകനും പ്രവാചകന്റെ പ്രവൃത്തികളും നമ്മൾ വായിക്കുന്നുണ്ട്. രാജാക്കന്മാരുടെ 1-ാം പുസ്തകത്തിൽ 18-ാം അധ്യായത്തിലാണ് ഏലിയ പ്രവാചകൻ ബാലിൻ്റെ പ്രവാചകന്മാരെ നേരിടുന്നതും അവരെ സംഹരിക്കുന്നതും അതിനുശേഷം അവിടെ നിന്ന് മാറി പോകുന്നതും ദൈവവുമായിട്ട് കണ്ടുമുട്ടുന്നതുമെല്ലാം നമ്മൾ വായിക്കുന്നുണ്ട്. ചരിത്ര പ്രകാരം നോക്കുകയാണെങ്കിൽ ക്രിസ്തുവിന് 860 വർഷം മുമ്പാണ് ഇതെല്ലാം സംഭവിച്ചത്. ആ കാര്യങ്ങൾക്ക് ശേഷം കർമ്മലമലയിലെ സംഭവങ്ങൾ പിന്നീട് നമുക്കൊന്നും അറിയില്ല. ക്രിസ്തുവർഷം 12-ാം നൂറ്റാണ്ട് വരെ അവിടെ എന്തു സംഭവിച്ചു എന്ന് യാതൊരു രേഖയും ബൈബിളിലില്ല. എന്നാൽ വിജാതീയരായിട്ടുള്ള ചില ചരിത്രകാരന്റെ രേഖകളിൽ ഈ കർമ്മലമലയെക്കുറിച്ച് പല കാര്യങ്ങളും എഴുതിയിട്ടുണ്ട്. അതിൽ പ്രത്യേകമായിട്ട് നിൽക്കുന്നത് ക്രിസ്തുവിന് 510 വർഷം മുമ്പ് പൈതഗോറസ് എന്ന് പറയുന്ന തത്വശാസ്ത്രജ്ഞൻ അവിടെ പോയതായിട്ടും ആ സ്ഥലം ഇഷ്ടപ്പെട്ടതായിട്ടും എഴുതിയിട്ടുണ്ട്. അതിനുശേഷം ക്രിസ്തുവിന് 69 വർഷം മുമ്പ് റോമൻ സെനറ്ററും അവിടുത്തെ ചരിത്രകാരനുമായിട്ടുള്ള ടാസിറ്റസ് എന്ന് പറയുന്ന ചരിത്രകാരൻ കർമ്മലമല സന്ദർശിച്ചിട്ട് പറയുന്നുണ്ട്, അവിടെ ദേവാലയമൊന്നുമില്ല, അവിടെ പ്രത്യേകമായിട്ട് ഒരു വിഗ്രഹമില്ല, പക്ഷെ ഒരു അൾത്താരയുണ്ടെന്ന് പ്രത്യേകമായിട്ട് എടുത്ത് പറയുന്നുണ്ട്. ഈ അൾത്താര എന്തിൻ്റെയാണെന്ന് നമുക്കറിയില്ല. ഒരുപക്ഷെ ഏലിയ പ്രവാചകന്റെ ബലിയെ സൂചിപ്പിക്കുന്ന അൾത്താരയായിരിക്കാം. പിന്നീട് നമ്മൾ കാണുന്നത് ഏതാണ്ട് കുറേ വർഷം കൂടി കഴിയുമ്പോഴേക്കും നാം കാണുന്നത് അവിടെ സിറിയയിൽ നിന്നുള്ള ഒരു സത്യശാസ്ത്രജ്ഞൻ, എംബീലിക്കസ് എന്നാണ് അയാളുടെ പേര്, അദ്ദേഹവും അവിടെ വരുന്നുണ്ട്, അതിൻ്റെ മനോഹാരിതയെക്കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ നമ്മൾ കാണുന്നത് അതിനുശേഷം വരുന്നത് ഏതാണ്ട് റബ്ബി ബെഞ്ചമിൻ എന്നു പേരുള്ള ഒരു യഹൂദൻ അവിടെ വന്നിട്ട് പറയുന്നുണ്ട്, അവിടെ ഒരു പള്ളി ഉണ്ടെന്ന്, ചെറിയൊരു പള്ളി ഉണ്ടെന്നെല്ലാം പറയുന്നുണ്ട്. ഇങ്ങനെ വളരെയധികം പേര് പറയുന്നുണ്ടെങ്കിലും എന്താണെന്ന് കൃത്യമായിട്ട് പറയുന്നില്ല. ഇതിൽ ജോസേഫസ് ഫോക്കുസ് എന്ന് പറയുന്ന ഒരു യാത്രികൻ പറയുന്നുണ്ട്, അവിടെ സന്യാസിമാരുണ്ടായിരുന്നു. ആ സന്യാസിമാരിൽ ഇറ്റലിയിലെ കലാബ്രിയയിൽ നിന്നുള്ള ബെർത്തോൾഡ് എന്നൊരാളുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഇതിനുശേഷം നമുക്ക് വിവരങ്ങളൊന്നും അറിയില്ല. എങ്കിൽ തന്നെയും പിന്നീടുള്ള വിവരങ്ങളിൽ നാം പറയുന്നത് ഏതാണ്ട് ക്രിസ്തുവർഷം 1206 മുതൽ 1214 വരെ ജെറുസലേമിൽ അന്ന് പാത്രിയാർക്കായിട്ട് വിശുദ്ധ ആൽബർട്ട് വരികയാണ്. ഈ വിശുദ്ധ ആൽബർട്ട് ഈ കർമ്മലമലയിൽ താമസിച്ചിരുന്ന സന്യാസികളെ പോയി കാണുകയും അവരെ ഒരുമിച്ച് കൂട്ടുകയും ചെയ്തു. അവരൊരുമിച്ച് കൂട്ടിയിട്ട് അവർക്കായിട്ട് ഒരു നിയമാവലി എഴുതുന്നു. 21 നിയമങ്ങൾ അവർക്കായിട്ട് എഴുതുന്നു. ആ 21 നിയമങ്ങൾ എഴുതിയ ശേഷം അവരിലൊരാളെ, ബ്രക്കാഡ് എന്ന പേരുള്ള ഒരാളെ അവരുടെ ലീഡറായിട്ട് തിരഞ്ഞെടുക്കുന്നു, പ്രിയോരായിട്ട് തിരഞ്ഞെടുക്കുന്നു. സത്യത്തിൽ ഈ 1206 ഈ കാലഘട്ടത്തിലാണ് കർമ്മലീത്ത സഭ ഔദ്യോഗികമായിട്ട് തിരുസഭ അംഗീകരിച്ചത്. അത്രയും നാളും തിരുസഭയുടെ അംഗീകാരമൊന്നുമില്ലാതെ ജീവിക്കുന്ന ഒരു സന്യാസ സമൂഹമാണ്. ഈ ഒരു പ്രക്രിയയിലൂടെ വിശുദ്ധ ആൽബർട്ട് കർമ്മലീത്ത സഭയെ ഔദ്യോഗികമായിട്ട് തിരുസഭയിലേക്ക് അംഗീകരിക്കാനുണ്ടായത്. അങ്ങനെ തിരുസഭയുടെ കീഴിലേക്ക് അവർ വരുന്നു. അതിനുശേഷം അവർക്ക് എഴുതിയ ആ നിയമങ്ങൾ പിന്നീട് വരുന്ന 1247 പിന്നീട് വരുന്ന ഇന്നസെന്റ് 4-ാമൻ മാർപ്പാപ്പ അത് ഔദ്യോഗികമായിട്ട് അംഗീകരിക്കുന്നു. അപ്പോൾ ഇതാണ് കർമ്മലമലയുടെ ചരിത്രത്തിൽ തിരുസഭയിലേക്കുള്ളൊരു തിരിച്ചുവരവെന്ന് പറയുന്നത്. കാരണം നമ്മൾ ആദ്യം കാണുന്നുണ്ട്, ആദ്യ നൂറ്റാണ്ടുകളിൽ തന്നെ അവിടെ ഉണ്ടായിരുന്ന
ആ കർമ്മല മലയിൽ ഉണ്ടായിരുന്ന ഒരു സന്യാസ സാന്നിധ്യമുണ്ട്. ആ സന്യാസികൾ എപ്പോഴും പറഞ്ഞു പോന്നിരുന്നത് അവർ എലിയ പ്രവാചകന്റെ പിൻഗാമികളാണ്, മക്കളാണെന്നാണ്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ 1727 ഇന്നുള്ള റോമിലുള്ള സെയിൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ പ്രധാന അൾത്താരയുടെ പുറകുവശം വലതുവശമായിട്ട് വിശുദ്ധ ഏലിയ പ്രവാചകന്റെ ഒരു വലിയൊരു രൂപമുണ്ട്. ആ രൂപം സ്ഥാപിച്ചിട്ട് അതിൻ്റെ അടിയിൽ എഴുതിയിരിക്കുന്നത് ആഗോള കർമ്മലീത്ത സഭ അവരുടെ സ്ഥാപകനായ ഏലിയ പ്രവാചകന് വേണ്ടി ഇത് സ്ഥാപിക്കുന്നു എന്നാണ്. വളരെ പ്രത്യേകമായിട്ട് തോന്നാം. കാരണം ഇന്ന് തിരുസഭയിലുള്ള എല്ലാ സഭകളും ഏതെങ്കിലും ഒരു വിശുദ്ധന്റെ നാമത്തിലുള്ളതാണ്. വിശുദ്ധനാണ് അല്ലെങ്കിൽ വിശുദ്ധയാണ് അതിൻ്റെ സ്ഥാപകൻ. അത് യേശുവിന് ശേഷമുള്ളവരാണ്. എന്നാൽ ഒരുപക്ഷെ കർമ്മലീത്ത സഭ മാത്രം യേശുവിന് മുമ്പ് ജീവിച്ച 860 വർഷം മുമ്പ് ജീവിച്ച ആ ഏലിയ പ്രവാചകനെയാണ് സ്ഥാപകനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത്. അതിൻ്റെ പ്രത്യേക കാരണം കർമ്മലമല എന്നാണ്. ഈ കർമ്മലമലയിൽ അന്നേ തന്നെ കാണുന്നുണ്ട്. ഈ സെയിൻറ്റ് ആൽബർട്ട് അവരെ വിളിച്ചു കൂട്ടിയപ്പോൾ തന്നെ അവരറിയപ്പെടുന്നത് കർമ്മലമലയിലെ സന്യസ്തരെന്നാണ്. പിന്നീട് ഏതാണ്ട് വർഷം കഴിഞ്ഞപ്പോൾ, അതായത് 1247 അവർ പരിശുദ്ധ കന്യാമാതാവിൻ്റെ കർമ്മലമലയിലെ സഹോദരങ്ങൾ എന്നറിയപ്പെടാൻ തുടങ്ങി. ഈ ഒരു തുടക്കം നല്ലതായിരുന്നെങ്കിലും ഏതാണ്ട് 1238 ആയപ്പോഴേക്കും ആ സ്ഥലവും കർമ്മലമലയും മറ്റു സ്ഥലങ്ങളുമെല്ലാം മുസ്ലിം അധിനിവേശത്തിൽ മുസ്ലിങ്ങളുടെ ആക്രമണത്തിൽ നഷ്ടപ്പെടുകയുണ്ടായി. അങ്ങനെ മുസ്ലിങ്ങളുടെ ആക്രമണത്തെ ഭയന്ന് കർമ്മലീത്ത സഭയിലെ ആദ്യത്തെ അംഗങ്ങൾ ആ പരിശുദ്ധമായ കർമ്മലമല വിട്ടുപോകുവാനായിട്ട് നിർബന്ധിതരാകുകയാണ്. അങ്ങനെ അവർ യൂറോപ്പിലേക്ക് പലായനം ചെയ്യുന്നു. യൂറോപ്പിൽ പല സ്ഥലത്തും അവിടെ സഭ സ്ഥാപിക്കുന്നു. അങ്ങനെ സ്ഥാപിച്ച സ്ഥലങ്ങളാണ് ഒന്ന് ഇറ്റലി എന്നറിയപ്പെടുന്ന മെസ്സീന എന്ന സ്ഥലം, ഫ്രാൻസിൽ മർസേൽ എന്ന സ്ഥലം, പിന്നെ ഇറ്റലിയിലെ ജനോവ എന്ന സ്ഥലം, ഇംഗ്ലണ്ടിലെ ഏഞ്ചൽസ് ഫോർഡ് ഹോംസ് എന്ന 2 സ്ഥലത്ത്. ഏറ്റവും കൂടുതലായിട്ട് ഞാൻ ചരിത്രപരമായിട്ട് പറയുമ്പോൾ ഈ കർമ്മലീത്ത സന്യസ്തരെയും അവരുടെ സന്യസ്തരായിട്ട് അംഗീകരിക്കുന്നതിന് മുമ്പുള്ള ജീവിതത്തെയും കുറിച്ച് നമുക്ക് വളരെയധികം വിലപ്പെട്ട ഒരു രേഖ നൽകുന്നത് 7ാമത്തെ കുരിശുയുദ്ധത്തിൽ പങ്കെടുത്ത ഫ്രാൻസിലെ ലൂയിസ് 9 രാജാവിൽ നിന്നാണ്. നമുക്കറിയാം ഏതാണ്ട് 9ഓളം കുരിശുയുദ്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാരണം മുസ്ലിങ്ങൾ നമ്മുടെ ആ വിശുദ്ധ സ്ഥലവും എല്ലാം കയ്യേറി അവിടെ ആർക്കും അവിടെ പോകാൻ പറ്റാത്ത അവസ്ഥ വന്നപ്പോൾ പരിശുദ്ധ പിതാവ് തന്നെ ആഹ്വാനം ചെയ്തു അത് തിരിച്ചു പിടിക്കുവാനായിട്ട്. അങ്ങനെ 7ഉം 8ഉം 9ഉം എന്നൊക്കെ പറയുന്നുണ്ട് കുരിശുയുദ്ധങ്ങൾ നടന്നു. ആ കുരിശുയുദ്ധങ്ങളിലെല്ലാം വളരെയധികം പേർ പങ്കെടുത്തു. അങ്ങനെ 7ാമത്തെ കുരിശുയുദ്ധം ശരിക്കും ഉണ്ടായത് 1248 മുതൽ 1254 വരെയാണ്. ഈ കുരിശുയുദ്ധത്തിന് ആ പടയാളികൾ നയിച്ചത് ഫ്രാൻസിൽ നിന്നുള്ള ലൂയിസ് 9 രാജാവാണ്. ഇദ്ദേഹത്തിൻ്റെ ആ കുറിപ്പുകളിൽ നിന്നാണ് പിന്നീടുള്ള ജീവിതവും മുമ്പിലുള്ള ജീവിതവും നമുക്ക് മനസ്സിലാകാൻ പറ്റുന്നത്. വളരെയധികം വിലപ്പെട്ട ഒരു വിശദീകരണമാണ് അവിടെ കിട്ടുന്നത്. അതായത് ഈ രാജാവ് കർമ്മലമലയിലെ സന്യാസികളെ കണ്ടുമുട്ടുന്നു. അപ്പോൾ അവരോടുള്ള സംഭാഷണത്തിൽ അവർ പറയുന്നു അവർ ഏലിയ പ്രവാചകന്റെ മക്കളാണ്. അവർ ഏലിയ പ്രവാചകന്റെ മക്കളായിട്ട് ഏലിയ പ്രവാചകന്റെ കാലം മുതൽ അവർ അവിടെ തുടർന്ന് കൊണ്ടുപോകുന്നു. രാജാക്കന്മാരുടെ 1-ാം പുസ്തകത്തിൽ 18-ാം അധ്യായത്തിൽ 44-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, ഏലിയ പ്രവാചകൻ മഴ വരുന്നതിനെ കുറിച്ച് പറയുമ്പോൾ അങ്ങ് സമുദ്രത്തിൽ നിന്ന് ഒരു മേഘം, കൈപ്പത്തി അടയാളത്തിലുള്ള മേഘം ഉയർന്നുവെന്നാണ് ഇന്നത്തെ ബൈബിൾ എഴുതിയിരിക്കുന്നത്. പക്ഷേ ഈ രാജാവ് എഴുതിയിരിക്കുന്ന ഡോക്യുമെന്റിൽ ഒരു കാലിൻ്റെ അടയാളത്തിലുള്ള മേഘം ഉയർന്നുവെന്നാണ് എഴുതിയിരിക്കുന്നത്. ആ ഉയർന്നു വരുന്ന മേഘം മാതാവിനെ കുറിച്ചുള്ള ഒരു പ്രവചനമാണെന്നാണ് അവർ വിശ്വസിച്ചു പോകുന്നത്. മാതാവിൻ്റെ ജനനത്തെക്കുറിച്ചുള്ള ഒരു പ്രവചനം. അത് മാതാവിൻ്റെ ജനനമായിട്ട് അവർ കണക്കാക്കി ആ ഉയർന്നു വരുന്ന മേഘം. അങ്ങനെ മാതാവിൻ്റെ ജനനത്തിന് വേണ്ടി അവർ പ്രാർത്ഥിക്കുവാൻ തുടങ്ങിയെന്നാണ് ഈ രാജാവ് എഴുതിയിരിക്കുന്നത്. അങ്ങനെ മാതാവിൻ്റെ ജനനത്തിൽ അവർ സന്തോഷിച്ചു. അതോടൊപ്പം തന്നെ ചരിത്രപരമായിട്ട് പറയുന്നുണ്ട് തിരുക്കുടുംബം
ഈജിപ്തിൽ നിന്ന് തിരികെ നസ്രത്തിലേക്ക് പോകുന്ന വഴി ഈ സന്യസ്തരെ കണ്ടുവെന്നും സന്യസ്തരുമായിട്ട് അവർ സമ്പാദിച്ചുവെന്നും അങ്ങനെ മാതാവിൻ്റെ ഉള്ള ആ പ്രതീക്ഷയിൽ അവർ മാതാവിനായിട്ട് അവർ ഒരു ദേവാലയം പണിതു എന്നാണ് പറയുന്നത്. ഈ പറയുന്നതെല്ലാം ലൂയിസ് 9 രാജാവ് അവിടെ ഉണ്ടായിരുന്ന സന്യാസികളിൽ നിന്ന് കേട്ടതാണ്. അങ്ങനെയെന്ന് വെച്ച് നോക്കുമ്പോൾ തീർച്ചയായിട്ടും അവിടെ കർമ്മലമലയിൽ എലിയ പ്രവാചകന്റെ കാലം മുതൽ ആ സമയം വരെ തുടർച്ചയായിട്ട് അവിടെ സന്യാസ സാന്നിധ്യം ഉണ്ടായിരുന്നു. അവർ തിരുസഭയിൽ അവർ അംഗീകരിച്ചത് 12-ാം നൂറ്റാണ്ടിലാണ്. എങ്കിൽ തന്നെയും അതിനു മുമ്പ് തന്നെ അവർ സുവിശേഷ ചൈതന്യത്തോടു കൂടെ മാതാവിൻ്റെ വരവിനെ കാത്തുകൊണ്ട്, മാതാവിൻ്റെ വരവിന് ശേഷം മാതാവിൽ കൂടുതൽ വിശ്വസിച്ചുകൊണ്ട്, മാതാവെ ഒരു അവരുടെ മധ്യസ്ഥയായി കരുതിക്കൊണ്ട് അവിടെ ജീവിച്ചു പോന്നുവെന്നാണ്. യഥാർത്ഥമായിട്ടുള്ള ഈ കർമ്മലിത്ത സഭയുടെ ജീവിതവും എല്ലാം ആരംഭിക്കുന്നത് യൂറോപ്പിലേക്ക് വന്നതിന് ശേഷമാണ്. യൂറോപ്പിൽ വന്നപ്പോൾ അവർക്ക് പല ബുദ്ധിമുട്ടുകളുണ്ടായി. ഒന്നാമതായിട്ടുണ്ടായത് പ്രശ്നം അവർക്കുണ്ടായിരുന്ന ആദ്യമായിട്ട് എഴുതിയിരിക്കുന്ന അവരുടെ നിയമാവലിയാണ്. 21 നിയമങ്ങളുടെ നിയമാവലിയിൽ അത് എഴുതിയെങ്കിലും അതിന് അന്നും ഉണ്ടായിരുന്ന മറ്റു നിയമാവലിയുമായിട്ട് അടുപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം അന്ന് യൂറോപ്പിലുണ്ടായിരുന്ന മിക്ക സന്യാസ സഭകളുടെ നിയമാവലി സഭാപിതാവായ വിശുദ്ധ അഗസ്തീനോസ് എഴുതിയ നിയമാവലിയോട് ഏകദേശം തുല്യമായിരുന്നു. പക്ഷെ അതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു നിയമാവലിയായിരുന്നു കർമ്മലിത്ത സഭക്കാരുടേത്. കാരണം അവിടെ പ്രാർത്ഥനയും ധ്യാനവും എല്ലാമാണ് എഴുതിയിരുന്നത്. അതുകൊണ്ട് അതൊരു ബുദ്ധിമുട്ടുണ്ടാക്കി. രണ്ടാമതായിട്ട് ഇവരെ സ്ഥാപകനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഏലിയ പ്രവാചകൻ എന്നാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏലിയ പ്രവാചകൻ ക്രിസ്തുവിന് മുമ്പ് ജീവിച്ച വ്യക്തിയാണ്, പ്രവാചകനാണ്. ആ പ്രവാചകനെ സ്ഥാപകനാകും. മൂന്നാമതായിട്ട് ഇവരുടെ വസ്ത്രം ഒരു പ്രശ്നമായിരുന്നു. കാരണം വസ്ത്രം അന്ന് അവർക്കുണ്ടായിരുന്ന വസ്ത്രം കാപ്പി നിറമുള്ള വസ്ത്രമാണെങ്കിലും അതിൽ വെള്ള നിറത്തിലുള്ള വരകൾ ഉണ്ടായിരുന്നു. അത് ഏതാണ്ട് ഒരുപക്ഷെ അരോചകമായിട്ട് തോന്നി. പലപ്പോഴും അത് ഈ തടവ് പുള്ളികളുടെ ഉടുപ്പാണെന്ന് പറഞ്ഞവരെ കളിയാക്കിയിരുന്നു. പിന്നീട് ഇവരെ വലിയ വലിയ കോളേജുകളിലൊന്നും ഇവരെ സ്വീകരിക്കാതെയായി. ഇങ്ങനെ ഉണ്ടായിരുന്ന ഒരു സമയത്ത് ആണ് സഭ ഏറ്റവും കൂടുതൽ വലിയൊരു പ്രശ്നത്തിലൂടെ കടന്നു പോകുന്നത്. ഈ സമയത്താണ് നമ്മളുടെ കർമ്മലീത്ത ഉത്തരയുമായിട്ട് ബന്ധപ്പെട്ട വിശുദ്ധ സൈമൺ സ്റ്റോക്കിൻ്റെ വരവ്. സൈമൺ സ്റ്റോക്ക് ജനറലായി തീർന്നു 1239. അദ്ദേഹം വന്ന ഉടനെ തന്നെ പലവിധ മാറ്റങ്ങൾ ഉണ്ടാക്കി. നമ്മുടെ അന്ന് വരെ ഉണ്ടായിരുന്ന ആ വസ്ത്രധാരണം മാറ്റി കാപ്പി നിറമുള്ള വസ്ത്രമാക്കി മാറ്റി. പിന്നീട് അതോടൊപ്പം തന്നെ ജോലി ചെയ്യുവാനായിട്ട് ജോലിക്ക് വേണ്ടിയിട്ട് കൂടുതൽ, അതായത് പ്രാർത്ഥിക്കുക, ജോലി ചെയ്യുക, ഈ രണ്ടിനും പ്രാധാന്യം നൽകി. മൂന്നാമതായിട്ട് പഠിക്കുവാനായിട്ട് വലിയ വലിയ യൂണിവേഴ്സിറ്റികളിൽ പഠിക്കുവാനായിട്ട് അവിടെ ഉണ്ടായിരുന്ന സന്യാസിമാർ വിടുവാൻ തുടങ്ങി. നാലാമതായിട്ട് എല്ലാവർക്കും എല്ലാ വിധത്തിലും ജനങ്ങൾക്ക് സഹായം ചെയ്യുക, അങ്ങനെയുള്ളൊരു തലത്തിലേക്ക് വന്നു. ഇത് പലർക്കും ഉൾക്കൊള്ളാൻ സാധിച്ചില്ല. അതുകൊണ്ട് സൈമൺ സ്റ്റോക്കിന് വളരെയധികം എതിർപ്പുകളുണ്ടായി. എതിർപ്പുണ്ടായപ്പോൾ കുറേ സമയം കഴിഞ്ഞ് സൈമൺ സ്റ്റോക്ക് ആ ജോലിയിൽ നിന്ന്, തൻ്റെ വികാർ ജനറൽ എന്ന ജോലിയിൽ നിന്ന് മാറുകയാണ്. അങ്ങനെ മാറിയിട്ട് അദ്ദേഹം കേംബ്രിഡ്ജിനടുത്തുള്ള ഒരു ആശ്രമത്തിലേക്ക് അദ്ദേഹം മാറി അവിടെ താമസിക്കുകയാണ് പ്രാർത്ഥനയോടുകൂടെ. അങ്ങനെ പ്രാർത്ഥനയോടെ താമസിക്കുന്ന സമയത്താണ് 1251 ജൂലൈ 16-ാം തീയതി മാതാവ് കർമ്മലീത്ത മാതാവായിട്ട് പ്രത്യക്ഷപ്പെടുന്നത് സൈമൺ സ്റ്റോക്കിന്. സൈമൺ സ്റ്റോക്കിന് തിരുവുത്തരിയം നൽകിയിട്ട്, അതായത് മാൻഡിൽ നൽകിയിട്ട് പറഞ്ഞു, എൻ്റെ പ്രിയമകനെ, ഈ വസ്ത്രം സ്വീകരിക്കുക. ഇത് നിനക്കും നിന്റെ സമൂഹത്തിലുള്ള എല്ലാവർക്കും ഒരു പ്രത്യേക പരിഗണനയാണ്. ഇത് ധരിച്ചുകൊണ്ട് മരിക്കുന്ന ആരും നിത്യ അഗ്നിയിൽ പെടുകയില്ല എന്നാണ്. അന്നെല്ലാം വിചാരിച്ചിരുന്നത് മാതാവ് നൽകിയത് സ്കാപ്പുലറാണെന്നാണ്, അതായത് ഈ രണ്ടാമത്തെ വസ്ത്രം. കർമ്മലീത്ത വസ്ത്രത്തിൽ 3 കാര്യങ്ങളാണ് ഉള്ളത്. ഒന്ന് ഹാബിറ്റ്, അതിൻ്റെ മീതെ സ്കാപ്പുലർ എന്ന് പറഞ്ഞാൽ തോളിൽ 2 വശവും പുറകുവശവും മുന്നോട്ടുമായി നിൽക്കുന്നത്. മൂന്നാമത് കപ്പൂസ് എന്ന് പറയും. കപ്പൂസ് എന്ന് പറയുന്നത് ഏറ്റവും മുകളിലുള്ളത്, അതായത് തലയും 2 വശങ്ങളും മുൻവശവും പുറകവും മൂടുന്ന വശം. മാതാവ് നൽകിയത് ശരിക്കും ഈ കപ്പൂസ് ആണെന്നാണ് പഠനങ്ങൾ വിശദീകരിക്കുന്നതും വെളിപ്പെടുത്തുന്നതും. അത് ഒരു പ്രൊട്ടക്ഷൻ, അതായത് സംരക്ഷണത്തിൻ്റെ ഒരു രീതിയാണ്, സംരക്ഷണത്തിൻ്റെ വസ്ത്രമാണ്. അതുകൊണ്ട് തന്നെ
ഈ ഈ വലിയ ഒരു അത്ഭുതം പ്രത്യേകമായിട്ട് എടുത്തു പറയേണ്ടതുണ്ട്. അതിലും മറ്റുപരിയായിട്ട് ഈ അത്ഭുതം തിരുസഭ അംഗീകരിക്കുകയും ചെയ്തു. അതാണ് നാം കാണുന്നത്. 1251 ഈ അത്ഭുതം ഉണ്ടായപ്പോൾ തന്നെ, ഏതാനും വർഷങ്ങൾ കഴിയുമ്പോൾ തന്നെ പല മാർപ്പാപ്പന്മാരും ഈ അത്ഭുതത്തെ അംഗീകരിച്ചിട്ട് അത് യഥാർത്ഥ അത്ഭുതമായിട്ട്, യഥാർത്ഥ മാതാവിൻ്റെ മാധ്യസ്ഥമായിട്ട് അംഗീകരിക്കുകയാണ്. അങ്ങനെ വന്നതിന് ശേഷം, അങ്ങനെ വന്ന് തുടർന്ന് എല്ലാ മാർപ്പാപ്പന്മാരും ഈ കർമ്മലിത്ത ഭക്തിയെ, ഉത്തരീയത്തെ അംഗീകരിക്കുന്നു. അതിനുശേഷം നാം കാണുന്നത് വലിയൊരു തുടർച്ച കാണുന്നത് 1322 ജോൺ 22 മാർപ്പാപ്പയ്ക്ക് വീണ്ടും ഒരു ദർശനം ഉണ്ടാകും. അദ്ദേഹം സൈമൺ സ്റ്റോക്കിനുണ്ടായ ദർശനത്തെ ഒന്നുകൂടി സ്ഥിരീകരിച്ചിട്ട് അദ്ദേഹം പറയുകയാണ്, ഇനി മുതൽ എല്ലാ ശനിയാഴ്ചയും, കർമ്മലിത്ത ഉത്തരം ധരിച്ച് മരിക്കുന്ന എല്ലാ ശനിയാഴ്ചയും മാതാവ് ആ ശുദ്ധീകരണത്തിൽ ഇറങ്ങി അവരെ രക്ഷിക്കുമെന്ന് പറഞ്ഞു. അന്ന് മുതലാണ് പരിപൂർണമായിട്ടുള്ള ഉത്തരീയത്തിൻ്റെ വാഗ്ദാനം പൂർത്തിയാകുന്നത്. ഉത്തരീയ വസ്ത്രം ധരിക്കുക, അതോടൊപ്പം തന്നെ ഈ ഉത്തരീയ വസ്ത്രം ധരിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ മാതാവ് മരിക്കുന്ന ഓരോ വ്യക്തിയെയും ആ ആത്മാവിനെ മാതാവ് രക്ഷിക്കുമെന്ന് തിരുസഭ തന്നെ ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചു. അപ്പോൾ മനസ്സിലാക്കുന്നത്, അതിനുശേഷം ഇന്ന് വരെയുള്ള എല്ലാ പരിശുദ്ധ പിതാക്കന്മാരും ഉത്തരീയ ഭക്തിയെക്കുറിച്ച് പറയുന്നുണ്ട്. അതുകൊണ്ട് ഉത്തരീയ ഭക്തി എന്ന് പറയുമ്പോൾ ഉത്തരീയ മാതാവിൻ്റെ, കർമ്മലിത മാതാവിൻ്റെ ആ ഒരു തിരുസ്വരൂപിൻ്റെ പ്രത്യേകത, മാതാവ് ധരിച്ചിരിക്കുന്നത് മേലങ്കിയാണ്. മേലങ്കി എന്ന് പറയാൻ മാൻഡിൽ, അത് ഒരു സംരക്ഷണത്തിൻ്റെ സൂചനയാണ്. പഴയ നിയമത്തിൽ നാം കാണുന്നു, സംരക്ഷണമാണ്, ഉത്തരവാദിത്തമാണ്. ഏലിയാ പ്രവാചകൻ എലീഷയെ തിരഞ്ഞെടുക്കുന്നത് തൻ്റെ മേലങ്കി അവൻ്റെ മേൽ ഇട്ടുകൊണ്ടാണ്. കർത്താവിനെ യൂതന്മാർ അവഹേളിക്കുമ്പോൾ അവസാനം ഒരു മേലങ്കി ധരിപ്പിച്ചു എന്ന് പറയുന്നു. കാരണം രാജാവിന് മേലങ്കി വേണം, കാരണം അതൊരു എലഗൻസിൻ്റെ അതിൻ്റെ ഭാഗമാണ്. ഈ മേലങ്കി വരുന്നത് തീർച്ചയായിട്ടും ഒരു ജന്മിത്വ വ്യവസ്ഥയിൽ നിന്നാണ്. അതായത് അന്ന് യൂറോപ്പിൽ ഉണ്ടായിരുന്ന ഒരു സാധാരണ അവസ്ഥ. കാരണം വലിയൊരു രാജാവ് ഉണ്ടാകും, ആ രാജാവിന് കീഴെ കൊച്ചു പ്രഭുക്കന്മാരുണ്ടാകും. ഈ പ്രഭുക്കന്മാരെല്ലാവരും അവരുടെ സ്ഥലവും അവരുടെ പണവും എല്ലാം സംരക്ഷിക്കുന്നതിന് അവരുടെ ആ സ്ഥലവും എല്ലാ വസ്തുക്കളും രാജാവിന് നൽകും. രാജാവ് അത് സ്വീകരിച്ചിട്ട് അവർക്ക് വീണ്ടും നൽകും. അങ്ങനെ രാജാവ് അവരുടെ യജമാനായി മാറുന്നു. അങ്ങനെ വീണ്ടും നൽകുമ്പോൾ അവർക്ക് നൽകുന്ന വസ്ത്രമാണ് മേലങ്കി. ഈ മേലങ്കി ധരിച്ചു കഴിഞ്ഞാൽ അവൻ രാജാവിൻ്റെ സംരക്ഷണത്തിലാണെന്നുള്ള ഒരു ബാഹ്യ അടയാളമാണ്. അതുകൊണ്ട് തന്നെ ആദ്യമായിട്ട് ലേഡി എന്നുള്ള ആ ഒരു വിശേഷണം, അവർ ലേഡി എന്നാണ് നമ്മൾ മാതാവിനെ വിളിക്കുന്നത്. അതായത് നാഥനും നാഥയും എന്ന് പറയുന്നു. അപ്പോൾ നാഥ എന്നുള്ള ആ ഒരു വിശേഷണം തന്നെ വരുന്നത് കർമ്മലീത്ത പാരമ്പര്യത്തിൽ നിന്നാണ്. നമ്മളിപ്പോൾ പറയാറുണ്ട് അവർ ലേഡി ഓഫ് സ്നോ, അവർ ലേഡി ഓഫ് വേളാങ്കണ്ണി എന്നെല്ലാം പറയുന്നുണ്ട്. പക്ഷേ ആദ്യമായിട്ട് മാതാവിനെ യജമാനത്തി അല്ലെങ്കിൽ ഒരു നാഥ എന്ന് വിളിച്ചത് കർമ്മലീത്ത പാരമ്പര്യമാണ്. അതിനു മുമ്പ് തിരുസഭയുടെ പാരമ്പര്യത്തിൽ മാതാവിനെ ദൈവത്തിൻ്റെ അമ്മയെന്ന് വിളിക്കുന്നുണ്ട്. പക്ഷേ മാതാവ് നാഥയാണെന്നുള്ള ആ ഒരു വിശേഷണം കർമ്മലീത്ത സഭക്കാരുടെ പരിപൂർണമായിട്ടുള്ള സംഭാവനയാണ്. വിശുദ്ധ തെർത്തൂലിയൻ പറയുന്നുണ്ട്, ഡോമിന മാതർ എക്ലേസിയ, അതായത് നാഥയായ തിരുസഭ എന്ന് പറയുന്നുണ്ട്. പക്ഷെ മാതാവിന് നാഥ എന്ന ആ തിരുപ്പട്ടം ചാർത്തി കൊടുത്തത് തീർച്ചയായിട്ടും കർമ്മലീത്തരാണ്. അതുകൊണ്ട് തന്നെ ഈ കർമ്മലീത്ത ഉത്തരീയം ധരിക്കുമ്പോൾ ദൈവം നമുക്ക് നൽകുന്നത്, മാതാവ് വഴി നൽകുന്നത് മാതാവിൻ്റെ പ്രത്യേകമായിട്ടുള്ള സംരക്ഷണമാണ്. ആ സംരക്ഷണം നൽകുന്നതിൻ്റെ തുടർച്ചയായിട്ടുള്ള ഒരു സ്ഥിരീകരണമാണ് കർമ്മലീത്ത ഉത്തരീയം. അതുകൊണ്ട് അതിനുശേഷം ഇന്ന് വരെയുള്ള എല്ലാ മാർപ്പാപ്പന്മാരും കർമ്മലീത്ത ഉത്തരീയത്തെ വളരെയധികം പ്രാധാന്യം നൽകി. ഒരു ഉദാഹരണം മാത്രം പറയുകയാണെങ്കിൽ 1276 ജനുവരി 10-ാം തീയതിയാണ് ഗ്രിഗറി 10-ാമൻ മാർപ്പാപ്പ മരിക്കുന്നത്. അദ്ദേഹത്തെ ഇറ്റലിയിലെ അരേറ്റ്സോ എന്ന സ്ഥലത്ത് അദ്ദേഹത്തെ അടക്കി. അദ്ദേഹത്തിൻ്റെ കല്ലറ 1830 അതായത് 554 വർഷത്തിന് ശേഷം തുറന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരത്തിൽ കണ്ടത് ഒരു കുറവുമില്ലാതെ, ഒരഴുക്കുമില്ലാതെ സൂക്ഷിക്കപ്പെട്ട കർമ്മലീത്ത ഉത്തരീയമാണ്. അതുപോലെ വിശുദ്ധ ഡോൺ ബോസ്കോ, ജോൺ മരിയ വിയാനി, എല്ലാ വിശുദ്ധരുടെയും കല്ലറകൾ തുറന്നപ്പോൾ അവിടെ സൂക്ഷിച്ചു വെച്ചിരുന്നതും ഒരു കുഴപ്പവും വരാതെ കാണുന്നത് അവർ ധരിച്ചിരുന്ന കർമ്മലീത്ത ഉത്തരീയമാണ്.
അതിൻ്റെ അർത്ഥം അത്രമാത്രം പ്രാധാന്യം ഓരോ മാർപ്പാപ്പയും നൽകിയിട്ടുണ്ട്. അതുതന്നെയാണ് സഭയുടെ പാരമ്പര്യം. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ കർമ്മേലിത്ത ഉത്തരീയത്തിൻ്റെ ഭക്തി നമുക്ക് ലഭിച്ചത് കർമ്മേലിത്ത മിഷണറിമാരിൽ നിന്നാണ്. കർമ്മേലിത്ത മിഷണറിമാരിൽ നിന്ന് നമ്മുടെ ചരിത്രരേഖകൾ പറയുന്നുണ്ട് 1640 അന്ന് ഗോവയിൽ നിന്ന് 2 കർമ്മേലിത്ത വൈദികർ കേരളത്തിൽ വരികയുണ്ടായി. ഒന്ന് ഫാദർ ഡിയേഗോ, രണ്ടാമത് ഫാദർ ജോസഫ് അലക്സിസ്. ഈ 2 പേരും വന്നിട്ട് ഇവിടെ മിഷണറി പ്രവർത്തനത്തായിട്ട് വന്നു. പക്ഷെ കേരളത്തിലൊന്നും ചെയ്യാൻ സാധിച്ചില്ല. കാരണം അന്ന് ഇവിടെ അതിനുള്ള സാഹചര്യമല്ലായിരുന്നു. എങ്കിൽ തന്നെയും അവർ കുറവിലങ്ങാടുള്ള ഇന്നുമുള്ള ചരിത്രപ്രസിദ്ധമായുള്ള മാതാവിൻ്റെ പള്ളിയിൽ ചേരുകയും അവിടെ താമസിക്കുകയും കുറച്ച് നാൾ താമസിച്ച ശേഷം അവർ തിരിച്ചുപോയി. പക്ഷെ അവർ താമസിച്ചപ്പോൾ അവർ ചെയ്തൊരു കാര്യം, അവിടെ മാതാവിൻ്റെ ഉത്തരീയ സഭ സ്ഥാപിച്ചു എന്ന് പറയുന്നുണ്ട്. ആ ഉത്തരീയ സ്ഥാപിച്ചതിന് ശേഷമാണ് അവർ ഗോവയിലേക്ക് തിരിച്ചുപോയത്. എന്നാൽ നമ്മുടെ ലത്തീൻ സഭയും മറ്റു സഭകളെയും കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീയതിയാണ് 1653 ജനുവരി 3 അന്നാണ് വിശ്വപ്രസിദ്ധമായിട്ടുള്ള കൂനംകുരിശ് സത്യപ്രതിജ്ഞ നടന്നത്. ചരിത്രം അറിയാവുന്നവർക്കറിയാം, റോമിലെ മാർപ്പാപ്പയോടുള്ള വിധേയത്വം ഇഷ്ടപ്പെടാതെ തനതായ വിധത്തിൽ സ്വന്തമായിട്ടുള്ള ഒരു സഭ, പ്രത്യേകിച്ച് പേർഷ്യൻ സഭയിലേക്ക് ഉള്ള ഒരു ചായ്വുള്ളത് കൊണ്ട് കുറേ പേർ ചേർന്ന്, ഇവിടെയുള്ള സഭകൾ ചേർന്നിട്ട് ഏതാണ്ട് 116 ഇടവകൾ ചേർന്നിട്ട് റോമിനെയും അന്നുണ്ടായിരുന്ന മിഷണറിമാരെയും ജെസ്യൂട്ട് മിഷണറിമാർക്കെതിരെയുള്ള ഒരു സത്യപ്രതിജ്ഞയാണ് മട്ടാഞ്ചേരി വെച്ച് നടന്നത്. അവർ ആ കുരിശിലൊരു വലിയ കയർ കെട്ടി, വടമ്പ് കെട്ടി, ആ വടത്തിൽ പിടിച്ചവർ സത്യപ്രതിജ്ഞ ചെയ്തു, ഞങ്ങൾ റോമിനെ അനുസരിക്കില്ല എന്ന്. ആ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം 116 പള്ളികളാണ് വിട്ടുപോയത്. അവരെ തിരികെ കൊണ്ടുവരാനായിട്ട് അന്ന് അലക്സാണ്ടർ 7 മാർപ്പാപ്പ അയച്ചവരാണ് കർമ്മേലിത്ത സന്യാസ വൈദികർ. അവരുടെ തലവനായിരുന്നു ജോസഫ് സെബസ്ത്യാനി. ആ ദിവസം മുതലാണ്, ഈ ഒരു സമയം മുതലാണ് കർമ്മേലിത്ത സഭയുടെ പ്രവേശനം കേരളത്തിലേക്ക് വരുന്നത്. അന്നു മുതൽ ഇന്ന് വരെ ആ പാരമ്പര്യം തുടർന്നുകൊണ്ട് പോകുന്നു. അതുകൊണ്ട് ഈ കർമ്മേലിത്ത വൈദികരും മിഷണറിമാരുമാണ് അവരുടെ പ്രവർത്തനത്താൽ അവർ ഏതാണ്ട് 85 പള്ളികൾ തിരികെ എടുത്തു, തിരികെ തിരുസഭയിലേക്ക് കൊണ്ടുവന്നു. മറ്റുള്ള പള്ളികൾക്ക് സാധിച്ചില്ല. എങ്കിൽ തന്നെയും അതിനുശേഷമാണ് നമ്മുടെ ഈ ഇന്നത്തെ ചരിത്രത്തിൻ്റെ ഭാഗമായിട്ട് എല്ലാം മാറിയിരിക്കുന്നത്. അന്ന് അവരുടെ ആസ്ഥാനമായിരുന്നു വരാപ്പുഴ, പിന്നീട് മഞ്ഞുമൽ, അങ്ങനെ പല സ്ഥലങ്ങളും ഈ കേരളം മുഴുവൻ കർമ്മേലിത്ത സഭയുടെ മിഷൻ രംഗമായിട്ട് മാറി. അങ്ങനെ ഇവരിലൂടെയാണ് കർമ്മേലിത്ത സന്യാസ സഭ ചൈതന്യവും ഉത്തരീയ ഭക്തി നമുക്ക് ഓരോരുത്തർക്കും ലഭിച്ചിരിക്കുന്നത്. നമുക്കറിയാം, ഇന്ന് നമ്മുടെ ആദ്യ കുർബാന സ്വീകരണ സമയത്ത് ഓരോ കുട്ടിയും ഉത്തരീയ സഭയിൽ അംഗമായിത്തീരുന്നു. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയ ഒരു ആചാരമല്ല, അത് അവർ തുടങ്ങി വെച്ചതാണ്. അതുകൊണ്ട് ഇന്ന് കേരളത്തിലെ എല്ലാ ക്രൈസ്തവരും, എല്ലാ കത്തോലിക്കരും ഉത്തരീയ സഭയിൽ അംഗങ്ങളാണ്. അതിൻ്റെ അർത്ഥം ഉത്തരീയ സഭയിലെ അംഗത്വം അത്രമാത്രം പ്രാധാന്യമാണ്. നമ്മൾ മാതാവിനോടുള്ള ജപമാല ചൊല്ലാറുണ്ട്, വളരെയധികം പ്രാധാന്യം നൽകാറുണ്ട്. അതോടൊപ്പം തന്നെ നിൽക്കുന്ന മറ്റൊരു ഭക്തിയാണ് ഉത്തരീയ ഭക്തി. കാരണം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ധാരാളം വിശുദ്ധരോടാണ് പ്രാർത്ഥിക്കുന്നത്. എല്ലാ വിശുദ്ധരോടും പ്രാർത്ഥിക്കുന്നുണ്ട്, അവരുടെ മാധ്യസ്ഥ യാചിക്കാറുണ്ട്. വിശുദ്ധരെല്ലാം നമ്മെ സഹായിക്കും, പക്ഷേ സഹായിക്കുന്നത് നാം ജീവിച്ചിരിക്കുമ്പോൾ മാത്രമാണ്. എന്നാൽ ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് പ്രാർത്ഥിക്കണമേ എന്ന് നാം പറയുന്നത് മാതാവിനോട് മാത്രമാണ്. അതിൻ്റെ അർത്ഥം മരിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നത് ഈശോയ്ക്കും മാതാവിനും മാത്രമാണ്. അതുകൊണ്ടാണ് മാതാവ് ഇന്നും ധാരാളം സ്ഥലത്ത് പ്രത്യക്ഷപ്പെടുന്നത്. ആ പ്രത്യക്ഷപ്പെടലുകളെല്ലാം സൂചിപ്പിക്കുന്നത് മാതാവിന് ഇന്നും സഹരക്ഷകയായതുകൊണ്ട് മാതാവിന് ചെയ്യാൻ സാധിക്കും. മരിച്ചതിന് ശേഷം ശുദ്ധീകരണത്തിൽ നിന്ന് ഇന്നെ ഞാൻ രക്ഷിക്കുമെന്ന് പറയുന്നത് വിശുദ്ധരല്ല, മാതാവ് മാത്രമാണ്. അതിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ അമ്മ സഹരക്ഷയാണ്. ദൈവത്തിൻ്റെ ആ സഹരക്ഷയുടെ ആ ദൗത്യം ഇന്ന് തുടർന്നുകൊണ്ട് പോകുന്നു. ആ മാതാവിൻ്റെ ആ ദൗത്യം പരിശുദ്ധ ജപമാലയിലൂടെയും വളരെ പ്രത്യേകമായിട്ട് പരിശുദ്ധ ഉത്തരീയത്തിലൂടെയും മാതാവ് തുടർന്നുകൊണ്ട് പോകുന്നതിൻ്റെ സാക്ഷ്യമാണ്. അവസാനമായിട്ട് പറയുകയാണെങ്കിൽ 1917 ഒക്ടോബർ 13 ഫാത്തിമയിൽ മാതാവ് അവസാനമായിട്ട് പ്രത്യക്ഷപ്പെട്ടത്. അവസാനമായിട്ട് പ്രത്യക്ഷപ്പെട്ടപ്പോൾ മാതാവ് ധരിച്ചിരുന്നത് കർമ്മേലിത്ത ഉത്തരീയവുമാണ്, കർമ്മേലിത്ത വസ്ത്രവുമാണ്. അതിൻ്റെ അർത്ഥം നമ്മൾ വിശ്വസിച്ചത്, നമ്മൾ കാണിച്ചു തന്നത് മാതാവ് സ്ഥിരീകരിക്കുന്നു. തിരുസഭയിൽ അങ്ങനെ ഈ ഭക്തിക്ക് വളരെയധികം സ്ഥാനമുണ്ട്. നമുക്ക് അന്ന് ഫാത്തിമയിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ട
ആ 3 കൂട്ടിൽ ഒരാളായ ലുസിയ അവസാനം വരെ കർമ്മീത്ത മിണ്ടാമഠത്തിലാണ് താമസിച്ചത്, അംഗമായിരുന്നത്, മരണം വരെ. അതുകൊണ്ട് തന്നെ കർമ്മീത്ത ഉത്തരീയത്തിന് അതിൻ്റെതായിട്ടുള്ള പ്രാധാന്യമുണ്ട്. മാതാവ് ദൈവം തരുന്ന ഒരു ഊടുവഴിയാണ്, അല്ലെങ്കിൽ ഒരു കുറുക്ക് വഴികളാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അത് വിശുദ്ധരല്ല നമുക്ക് നൽകുന്നത്, മാതാവാണ് നൽകുന്നത്. വിശുദ്ധ അലക്സാണ്ടർ ഏഴാമൻ മാർപ്പാപ്പ പറയുന്നുണ്ട്, ബെനഡിക്ട് 15 മാർപ്പാപ്പ പറയുന്നുണ്ട്, നമുക്ക് പൊതുവായൊരു ഭാഷയുണ്ട്, അത് നമ്മുടെ ബൈബിളാണ്. പൊതുവായിട്ടുള്ളൊരു ആയുധമുണ്ട്, അത് നമ്മുടെ ഉത്തരീയമാണ്. അതുകൊണ്ട് ഉത്തരീയം എന്ന് പറയുന്നത് വെറും ഒരു അലങ്കാര വസ്തുവല്ല, അതിൻ്റെതായിട്ടുള്ള പ്രാധാന്യമുണ്ട്, അതിൻ്റെതായിട്ടുള്ള ഒരു വിശുദ്ധിയുണ്ട്. ഇന്നിപ്പോൾ ഉത്തരീയം എന്ന് പറയുമ്പോൾ പലപ്പോഴും നമ്മൾ കാണുന്നത് ഒരു ചരടും അതിൻ്റെ അറ്റത്ത് 2 തട്ടവുമാണ്. പക്ഷേ യഥാർത്ഥ കർമ്മലിത്ത ഉത്തരീയം എന്ന് പറയുമ്പോൾ ഒരു വശത്ത് മാതാവിൻ്റെ ചിത്രവും മറുവശത്ത് കർമ്മലിത്ത സഭയുടെ ആ ഒരു എംബ്ലവും വേണം എന്നാണ്. ഇന്ന് പലപ്പോഴും ഉത്തരീയം എന്ന് പറയുമ്പോഴും അവിടെ മറ്റു വിശുദ്ധരുടെ, പ്രത്യേകിച്ച് അൽഫോൻസാമയുടെയും തിരുഹൃദയത്തിൻ്റെ എല്ലാം ചിത്രം പതിപ്പിച്ച ഉത്തരീയങ്ങളാണ് ഇപ്പോൾ പലപ്പോഴും നമ്മൾ കാണുന്നത്, കടകളിൽ കാണുന്നത്. പക്ഷെ അതല്ല യഥാർത്ഥ ഉത്തരീയം. യഥാർത്ഥ ഉത്തരീയം എന്ന് പറയുന്ന മാതാവിൻ്റെ ആ തിരുസ്വരൂപം, അതായത് കമ്പിളി വസ്ത്രത്തെ തുന്നിയതായിരിക്കണം എന്ന് പറയുന്നത്. കമ്പിളി വസ്ത്രം എന്ന് പറയുന്നത് മാതാവിൻ്റെ സാന്നിധ്യം, നമ്മുടെ കർമ്മല സഭയുടെ സാന്നിധ്യം. അതിൻ്റെ മീതിലുള്ള വെള്ള നിറത്തിലുള്ളതാണ് മാതാവിൻ്റെ ആ ചിത്രം, അത് മാതാവിൻ്റെ സാന്നിധ്യം. അതുകൊണ്ട് മാതാവിൻ്റെ സാന്നിധ്യം മുൻപിലും പുറകിലും നമ്മുടെ പൂർണ്ണമായിട്ട് നമ്മെ അനുധാവനം ചെയ്യുന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്, അതിനേറ്റവും വലിയ ഒരു ഉദാഹരണമാണ്. അതുകൊണ്ട് കർമ്മിത ഉത്തരീയം ധരിക്കുക എന്നത് അത് ഒരു വളരെയധികം പ്രധാനപ്പെട്ട ഒരു ഭക്തിയാണ്. ഭക്തി മാത്രമല്ല, അത് നമ്മുടെ രക്ഷയ്ക്ക് ഉപകരിക്കുന്ന ഒന്നാണ്. പല കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട്, ഉദാശകളും രക്ഷയ്ക്ക് ഉപകരിക്കുന്നുണ്ട്, പക്ഷെ ഉത്തരീയവും നമ്മുടെ രക്ഷയ്ക്ക് ഉപകരിക്കുന്നതാണ്. അതുകൊണ്ട് കർമ്മലിത്ത ഉത്തരീയം ധരിക്കുക എന്നത് ഓരോ ക്രൈസ്തവൻ്റെയും കടമയാണ്. കാരണം ആ ഉത്തരീയ സഭയിൽ അംഗമായിട്ട് തുടർന്നവരാണ് നമ്മൾ ഓരോരുത്തരും. പലപ്പോഴും നമ്മൾ പിന്നീട് കുറെ കഴിയുമ്പോൾ ആ ഭക്തി നമ്മൾ വിട്ടുപോകുന്നു. അതുകൊണ്ട് ഒരുപക്ഷെ എപ്പോഴും കർമ്മലിത്ത ഉത്തരീയം ധരിക്കുന്നതിൻ്റെ കാരണം പലപ്പോഴും ചോദിക്കാറുണ്ട്, അത് വെഞ്ചരിച്ചിട്ടില്ല എന്ന് പറയും. വെഞ്ചരിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, കാരണം വെഞ്ചരിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ വെഞ്ചരിക്കുക, എങ്കിൽ തന്നെയും നിയോഗമാണ് വലുത്. കാരണം അമ്മയോടുള്ള വിശ്വാസവും അമ്മയോടുള്ള മാധ്യസ്ഥവും അത്രമാത്രം പ്രാധാന്യമാണ്. അതുകൊണ്ട് ഈ എല്ലാ കാര്യങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോഴും നമ്മൾ മാതാവിൻ്റെ ഭക്തി വളരുമ്പോഴും കർമ്മലിത്ത ഉത്തരീയം മാതാവ് തന്നെ നമുക്ക് വെളിപ്പെടുത്തി തന്ന ഏറ്റവും വലിയ ശക്തിയുള്ള ഒരു ആയുധമാണ്. ആ ആയുധം നമുക്കുള്ളപ്പോൾ അത് മാറ്റിവെച്ചിട്ട് മറ്റ് വിശുദ്ധരുടെ പുറകെ പോകാതെ നമ്മൾ മാതാവിനെ തന്നെ കേൾക്കുക. കാരണം മാതാവിലൂടെയാണ് നമ്മൾ യേശുവിലേക്ക് പോകുന്നത്. മാതാവിനാണ് യേശുവിനെ കൂടുതലായിട്ട് അറിയാവുന്നത്. മാതാവിന് മാത്രമാണ് യേശുവിനെ പൂർണ്ണമായിട്ട് അറിയാവുന്നത്. അതുകൊണ്ട് ദൈവം നമുക്ക് മാതാവിനെ തന്നിട്ടുണ്ടെങ്കിൽ ആ മാതാവിലൂടെ അല്ലാതെ മറ്റൊരു വഴിയില്ല. അതുകൊണ്ട് നമ്മുടെ മറ്റുള്ള വിശുദ്ധരോടുമുള്ള ഭക്തി നമ്മൾ വളരുന്നതോടൊപ്പം തന്നെ ഒരു പ്രത്യേക സ്ഥാനം മാതാവിനുള്ള ഭക്തിയിൽ വളരണം. അവിടെ മാതാവിനോടുള്ള ജപമാലയ്ക്കും വളരെ പ്രത്യേകമായിട്ട് നമ്മൾ കർമ്മലിത്ത ഉത്തരീയത്തിനും, കാരണം കർമ്മലിത്ത ഉത്തരീയം എന്ന് പറയുന്നത് അത്രമാത്രം പ്രാധാന്യപ്പെട്ടതാണ്, അത്രമാത്രം ശക്തിയുള്ള ഒരു വലിയൊരു ആയുധമാണ്. അതുകൊണ്ട് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന മാതാവിലൂടെ നന്ദിയിരിക്കുന്ന ഈ വലിയ നന്ദി പറയാം. വളരെ പ്രത്യേകമായിട്ട് നമ്മുടെ നാട്ടിൽ, നമ്മുടെ രാജ്യത്ത് ഈ ഒരു വലിയ ഭക്തി വളർത്തിയ എല്ലാ കർമ്മലിത്ത മിഷണറിമാരെയും നമുക്ക് ഓർക്കാം. അവർ വഴി, അവരുടെ അധ്വാനം വഴി, അവരുടെ ത്യാഗം വഴി അവർ നൽകിയ ആ വലിയ ചൈതന്യം, അതിൻ്റെ പിന്തുടർച്ചക്കാരായിട്ട് നമുക്കും നമ്മുടെ കുടുംബങ്ങളിലും ഈ ഭക്തി വളരുവാൻ വേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യാം. സ്നേഹമേ, ഓ ദിവ്യകാരുണ്യമേ, ഓ ദിവ്യമാം സ്നേഹമേ, ഓ ദിവ്യകാരുണ്യമേ, തിരുവത്താഴമേശയിൽ സമ്മാനമേ, തിരുവത്താഴമേശയിൽ സമ്മാനമേ, ഓ
സ്നേഹമേ, ഓ ദിവ്യകാരുണ്യമേ, ആരാധന പാടാം മാലാഖമാരൊപ്പം ജീവന്റെ തിരുഭോജ്യമേ. ആരാധന പാടാം മാലാഖമാരൊപ്പം ജീവന്റെ തിരുഭോജ്യമേ. ജീവിക്കുന്ന ദൈവമായ ദിവ്യകാരുണ്യനാഥനായ ഈശോ ഇതാ നമ്മുടെ മധ്യേ എഴുന്നള്ളി വന്നിരിക്കുകയാണ്. അവിടുത്തെ സന്നിധിയിലേക്ക് കടന്നു വരുവാനും അവിടുത്തോട് കൂടെ ആയിരിക്കുവാനും നമ്മൾ അയോഗ്യരാണെങ്കിലും നമ്മുടെ അയോഗ്യത പരിഗണിക്കാതെ തൻ്റെ ഔദാര്യവും സ്നേഹവും ചൊരിഞ്ഞുകൊണ്ട് നമ്മെ വാത്സല്യപൂർവം മകനെ മകളെ എന്ന് വിളിച്ചുകൊണ്ട് തൻ്റെ തിരുസന്നിധിയിലേക്ക് നമ്മെ കൊണ്ടുവന്നിരിക്കുകയാണ്. കർത്താവിനെ ഹൃദയത്തിൽ അനുഭവിച്ചുകൊണ്ട് കണ്ണുകളിൽ നീരിൽ കണ്ടുകൊണ്ട് അവിടുന്ന് കൂടെയുണ്ടെന്നുള്ള ഉറപ്പായ വിശ്വാസത്തോടുകൂടെ നമുക്ക് കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിച്ച് അവിടുത്തെ ആരാധിക്കാം. നമ്മൾ വെറുക്കും തോറും അവിടുത്തെ സാന്നിധ്യം അനുഭവിക്കും തോറും കണ്ണുകൊണ്ട് കാണുന്നില്ലെങ്കിലും കാതുകൊണ്ട് കേൾക്കുന്നില്ലെങ്കിലും ആത്മാവിൽ വിശ്വസിക്കുവാനുള്ള ആ പ്രത്യേകമായ വരം, വിശ്വാസം എന്ന ദാനം സ്വീകരിച്ചിട്ടുള്ളവരാണ് നമ്മൾ. അതുകൊണ്ട് നമുക്കിവിടെ കർത്താവ് യേശുവിനെ പൂർണ്ണമായ രൂപത്തിലും സാന്നിധ്യത്തിലും അനുഭവിക്കാൻ സാധിക്കുന്നു. ഈ തിരുവോസ്തിയിലേക്ക് സൂക്ഷിച്ചു നോക്കിയാൽ അവിടുന്ന് നമ്മെ നോക്കി പുഞ്ചിരി തൂകുന്നതായി നമുക്ക് അനുഭവപ്പെടും. വാസ്തവം അതാണ്. നമ്മെ നോക്കി പുഞ്ചിരി തൂയിക്കൊണ്ട് സ്നേഹപൂർവ്വം നമ്മെ തൻ്റെ പക്കലേക്ക് മാടി വിളിച്ചുകൊണ്ട് യേശു ഇവിടെ സന്നിഹിതനാണ്. കർത്താവായ യേശുവേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങ് ഞങ്ങൾക്ക് നൽകിയ ഈ അസുലഭമായ അവസരത്തെ ഓർത്ത് അങ്ങയോട് കൂടെ ആയിരിക്കുവാൻ പ്രത്യേകമായി ഞങ്ങളെ അനുവദിക്കുന്ന സ്വർഗസ്ഥനായ അങ്ങയുടെ അടുത്ത് ഈ ഭൂമിയിലായിരിക്കുന്ന ഞങ്ങൾക്ക് കടന്നു വരുവാൻ സാധിക്കുന്നതിനെ ഓർത്ത് യേശുവെ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു, അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങളെ പൂർണ്ണമായും അങ്ങേക്ക് സമർപ്പിക്കുന്നു. അങ്ങ് ഞങ്ങൾക്ക് നൽകിയ വലിയ ദാനങ്ങളെയും കൃപകളെയും അനുഗ്രഹങ്ങളെയും നന്മകളെയും ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. പ്രത്യേകമായും കാൽവരിയിലെ കുരിശ് കിടന്നുകൊണ്ട് അങ്ങ് അങ്ങയുടെ അമ്മയെ ഞങ്ങൾക്ക് അമ്മയായി നൽകി. ഏറ്റവും വലിയ വിശിഷ്ടമായ വിലപ്പെട്ട സമ്മാനമാണ് അങ്ങ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നതെന്ന് ഞങ്ങൾ ഉറപ്പായി വിശ്വസിക്കുന്നു. ഈ തിരുവോസ്തിലിരുന്നു കൊണ്ട് ക്രൂശിതനായ അങ്ങ് ആവർത്തിച്ച് പറയുകയാണ്, ഇതാ നിന്റെ അമ്മ. അമ്മയെ സ്വീകരിച്ചുകൊണ്ട് അമ്മ നൽകുന്ന സമ്മാനങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് അമ്മയുടെ കരം പിടിച്ചുകൊണ്ട് അങ്ങയുടെ സന്നിധിയിൽ വ്യാപരിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ഞങ്ങൾക്ക് ശക്തി നൽകണമേ. എന്നും എന്നും കൂടെ അപ്പമായി തീർന്നവനേ, എന്നും എന്നും കൂടെ അപ്പമായി തീർന്നവനേ, എന്റെ സ്നേഹിതനാകുന്ന സ്നേഹമേ, ആരാധന
കർത്താവായ യേശുവേ, ഈ ദിവ്യകാരുണ്യ അനുഭവം ദിവ്യകാരുണ്യ സ്വീകരണത്തിലൂടെ ഞങ്ങൾക്ക് ലഭിക്കുന്ന അങ്ങയോട് സമ്പൂർണമായ ഐക്യത്തിൻ്റെ അനുഭവം, അതിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. വാസ്തവത്തിൽ ഞങ്ങളെ അങ്ങ് പരിശുദ്ധ അമ്മയോട് ഏറ്റവും കൂടുതൽ അടുപ്പിക്കുന്ന ഒരു സംഭവമാണ്, വലിയൊരു രഹസ്യമാണ് ഈ പരിശുദ്ധ കുർബാന. കുർബാനയിൽ അങ്ങയുടെ ശരീരവും രക്തവുമാണ് ഞങ്ങൾ സ്വീകരിക്കുന്നത്. പക്ഷെ അതേസമയം കൂടുതൽ ആഴത്തിൽ ചിന്തിക്കുമ്പോൾ ഈ രക്തവും ശരീരവും അങ്ങയുടെ അമ്മയിൽ നിന്ന് അങ്ങ് സ്വീകരിച്ചതാണ്. കുർബാനയിലൂടെ ഞങ്ങൾക്കായി പങ്കുവയ്ക്കപ്പെടുന്നത് പരിശുദ്ധ അമ്മയുടെ ശരീരവും രക്തവും തന്നെയാണ്. കർത്താവ് യേശുവേ, ഈ വലിയ ദാനത്തിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. യേശുവോട് ചേർന്ന് അങ്ങയോട് ചേർന്നുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ ദിവ്യമായ സാന്നിധ്യം, അതിൻ്റെ വില മനസ്സിലാക്കി ആ അമ്മയോട് പൂർണ്ണമായും ഐക്യപ്പെട്ട് അമ്മയിൽ ലയിച്ചു ചേർന്ന് അങ്ങയെ സ്തുതിച്ചുകൊണ്ടും മഹത്വപ്പെടുത്തിക്കൊണ്ട് ജീവിക്കുവാൻ ഞങ്ങൾക്ക് ശക്തി നൽകണമേ, അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് യേശുവെ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും ആരാധിക്കുകയും അങ്ങേക്ക് നന്ദി പറയുകയും ചെയ്യുന്നു. സ്നേഹമേ, ഓ ദിവ്യകാരുണ്യമേ, ഓ ദിവ്യമാം സ്നേഹമേ, ഓ ദിവ്യകാരുണ്യമേ, സമ്മാനമേ, തിരുവത്താഴമേശയിൽ സമ്മാനമേ, ആരാധന പാട മാലാഖമാരൊപ്പം ജീവന്റെ തിരുഭോജ്യമേ, ആരാധന പാട മാലാഖമാരൊപ്പം ജീവന്റെ തിരുഭോജ്യമേ. കർത്താവായ യേശുവേ, ഇന്ന് അങ്ങയുടെ പരിശുദ്ധ അമ്മയായ ഞങ്ങളുടെ അമ്മയായ മാതാവിനെ കുറിച്ച്, കർമ്മല മാതാവിനെ കുറിച്ച് കേൾക്കുവാനും കൂടുതൽ ആഴത്തിൽ സത്യങ്ങൾ ഗ്രഹിക്കുവാനും അതുവഴി കൂടുതൽ മരിയ ഭക്തിയിൽ വളരുവാനും ഈ അവസരം ഞങ്ങൾക്ക് ഒരുക്കി തന്നതിന് നല്ലവനായ യേശുവേ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങൾ ഇന്ന് ശ്രവിച്ചതുപോലെ ഞങ്ങളുടെ സംരക്ഷണത്തിനായി ഞങ്ങളെ പൂർണ്ണമായും ശത്രുക്കളുടെ ആക്രമണങ്ങളിൽ നിന്ന് സുരക്ഷിതരായി പാലിക്കുന്നതിന് വേണ്ടി ഞങ്ങൾക്ക് സുരക്ഷിതത്വത്തിനായി അമ്മ നൽകിയ ഈ പടച്ചട്ട ധരിച്ചുകൊണ്ട്, ഒത്തിരിയും ധരിച്ചുകൊണ്ട്, അങ്ങയോട് വിശ്വസ്തരായി നിന്നുകൊണ്ട് തിന്മയുടെ ശക്തികളെ മാതാവിൻ്റെ നേതൃത്വത്തിൽ എതിരിടുവാൻ, അടരാടുവാൻ ഞങ്ങളെ ആത്മീയമായി ഉള്ളവരാക്കി മാറ്റണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് യേശുവെ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും ആരാധിക്കുകയും അങ്ങേക്ക് നന്ദി പറയുകയും ചെയ്യുന്നു. ആരാധന പാട മാലാഖമാരൊപ്പം ജീവന്റെ തിരുഭോജ്യമേ, ആരാധന പാട മാലാഖമാരൊപ്പം ജീവന്റെ തിരുഭോജ്യമേ. കർത്താവായ പരിശുദ്ധ അമ്മ നൽകിയ ഈ തിരുവുത്തരീയത്തിൻ്റെ യഥാർത്ഥമായ വിലയും മൂല്യവും മനസ്സിലാക്കുവാനും ഹൃദയത്തിൽ ആ ഒരു വലിയ മതിപ്പ് നിലനിർത്തിക്കൊണ്ടു പോകുവാനും ആഴപ്പെടുത്തിയെടുക്കുവാനും അങ്ങനെ ഞങ്ങളുടെ ജീവിതത്തിലൂടെ യഥാർത്ഥമായ മരിയ ഭക്തിക്ക്, ഉത്തിരിയ ഭക്തിക്ക്
സാക്ഷ്യം വഹിച്ചുകൊണ്ട് ജീവിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഒത്തിരിയെ ഭക്തിയിൽ വളരുന്നവരും ഒത്തിരിയെ ഭക്തി പ്രചരിപ്പിക്കുന്നവരും ആയിത്തീരുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്നും പ്രാർത്ഥിച്ചുകൊണ്ട് യേശുവെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും ആരാധിക്കുകയും അങ്ങേക്ക് നന്ദി പറയുകയും ചെയ്യുന്നു. ആരാധന പാടം മാലാഖമാരൊപ്പം ജീവന്റെ തിരുഭോജ്യമേ. ആരാധന പാടം മാലാഖമാരൊപ്പം ജീവന്റെ തിരുഭോജ്യമേ. കർത്താവായ യേശുവേ, അങ്ങയുടെ അമ്മ എത്ര വലിയ വാഗ്ദാനങ്ങളാണ് ഈ തിരുവുത്തരീയത്തിലൂടെ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. ഞങ്ങൾ ഒരിക്കലും നിത്യമായ നരകത്തിൽ നിവദിക്കുകയില്ല എന്നുള്ള വലിയ വാഗ്ദാനം തന്നെ എന്തുമാത്രം സുരക്ഷിതരാണെന്നുള്ള ഉറപ്പോടുകൂടി ജീവിക്കുവാൻ ഞങ്ങൾക്ക് ശക്തി പകരുന്നതാണ്. ഇത്ര വലിയ ആശ്വാസം നൽകുന്ന ഒരു വാഗ്ദാനവുമായി അങ്ങയുടെ അമ്മയെ ഉത്തരീയവുമായി കർമ്മലിത്ത സഭയിലേക്കും കർമ്മലിത്ത സഭ വഴി ലോകം മുഴുവനിലേക്കും അയച്ചു തന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഉത്തരീയത്തിലൂടെ നീ സ്വർഗത്തോടടുപ്പിക്കണേ, മരണനിരത്തും ഉത്തരീയത്താലെ ഈശോയിൽ ചേർക്കേണമേ, നിന്മടി ഇരുത്തേണമേ. കർത്താവായ യേശുവേ, ഭക്തിയോടുകൂടെ ഉത്തരീയം ധരിച്ചുകൊണ്ടും പരിശുദ്ധമ്മയോട് ചേർന്ന് നിന്നുകൊണ്ടും യഥാർത്ഥമായി മാതൃഭക്തിയിൽ വളരുവാൻ പരിശ്രമിക്കുന്ന ഞങ്ങൾക്ക് ഞങ്ങളുടെ മരണസമയത്ത് ഞങ്ങളുടെ പ്രത്യേകമായ മധ്യസ്ഥവും പ്രാർത്ഥന സഹായവും ഉണ്ടാകുമെന്ന് ഞങ്ങൾ ഉറപ്പായി വിശ്വസിക്കുന്നു. പ്രത്യേകിച്ച് ഞങ്ങൾക്കായി നൽകിയിരിക്കുന്ന ശനിയാഴ്ച വരെ ഞങ്ങളെല്ലാവരും പ്രാപിക്കുവാൻ തക്ക വിധം അതിന് വ്യവസ്ഥകളെല്ലാം പാലിച്ചുകൊണ്ട് ജീവിക്കുവാൻ ഞങ്ങൾക്ക് അങ്ങ് കൃപ നൽകണമേ. അങ്ങനെ ഒത്തിരി ഭക്തിയിലൂടെ നിത്യരക്ഷയും ശുദ്ധീകരണത്തിൽ നിന്നുള്ള അതിവേഗത്തിലുള്ള മോചനവും ഞങ്ങൾക്ക് നൽകി സ്വർഗത്തിൽ അങ്ങയോടൊത്ത് പരിശുദ്ധ അമ്മയോടൊത്ത് വസിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ശക്തി നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് യേശുവെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും ആരാധിക്കുകയും അങ്ങേക്ക് നന്ദി പറയുകയും ചെയ്യുന്നു. ഉത്തരീയത്തിലൂടെ സ്വർഗത്തോടടുപ്പിക്കണേ, മരണനിരത്തും ഉത്തരീയത്താലെ ഈശോയിൽ ചേർക്കേണമേ, നിന്മടി ഇരുത്തേണമേ. ഒരു നിമിഷം മൗനമായി നമുക്ക് പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിന്നുകൊണ്ട് ദിവ്യാരുനാഥനെ ആരാധിക്കാം. കുരിശിൻ ചുവട്ടിൽ നിന്നിരുന്ന അമ്മ നമ്മുടെ മേലുള്ള മാതൃത്വം ഏറ്റെടുത്തു. ഇതാ ഈ ദിവ്യകുദാശയുടെ സന്നിധിയിൽ നമ്മെ ഓരോരുത്തരെയും ഈ അമ്മ യേശുവിന് സമർപ്പിക്കുന്നു. അമ്മയുടെ കരങ്ങളിലൂടെ യേശുവിനോട് എന്നും ചേർന്ന് നിൽക്കുവാനും യേശുവിൽ വളരുവാനും കൃപ നൽകണമേ എന്ന് നമ്മളെല്ലാവരെയും, നമ്മുടെ കുടുംബങ്ങളെയും, വേണ്ടപ്പെട്ടവരെയും, ബന്ധുക്കളെയും എല്ലാം പരിപൂർണമായി സമർപ്പിച്ചുകൊണ്ട് അമ്മയുടെ സംരക്ഷണത്തിനായി, യേശുവിൻ്റെ അനുഗ്രഹത്തിനായി നമുക്ക് പ്രത്യേകം നിശബ്ദമായ ഒരു നിമിഷം പ്രാർത്ഥിക്കാം. സാഷ്ടാംഗം വീഴുന്ന ഏറ്റം മഹത്താമി കൂദാശേ, നവ്യ നീ
കീഴും പോരായ്മയൊക്കെ തീർക്കുന്ന വിശ്വാസ ദൈവപിതാവിനും തന്നേകജാതനും സ്തോത്രമുണ്ടാകണം എന്നുമെന്നും. പാവനാത്മാവിനും അവിടം നിസ്തുലം സ്തോത്രമുണ്ടാകണം നിത്യകാലം. സ്തുതിയും കീർത്തിയും ശക്തിയുമാകുന്നു വാഴുക ത്രിത്വൈക ദൈവമാമേൻ. സ്വർഗത്തിൽ നിന്ന് അവർക്കൊപ്പമേകിയല്ലോ. എല്ലാ സ്വാദും തികഞ്ഞൊരപ്പമേ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങയുടെ പീഡാനുഭവത്തിന്റെ സ്മാരകമായി വിസ്മയാവഹമായി കൂദാശ ഞങ്ങൾക്ക് നൽകിയല്ലോ. അങ്ങി പരിത്രാണത്തിന്റെ ഫലം ഞങ്ങൾ നിരന്തരം അനുഭവിക്കുമാറ് അങ്ങത്തെ ശരീരത്തിന്റെയും രക്തത്തിന്റെയും ദിവരഹസ്യങ്ങൾ എന്ന് വണങ്ങുവാൻ അനുഗ്രഹം വരണമേ എന്ന് നിത്യമായി ജീവിച്ചു വാഴുന്ന അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.